ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഞാൻ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് മീഷോന്ന് ഡെലിവർ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതെന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ മഴയത്താണ് ഡെലിവർ ആയിട്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോ ഞാൻ അൺബോക്സ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാൻ ആണ് എനിക്കിഷ്ടം. സാധനങ്ങൾ വന്നു കഴിഞ്ഞ് ഇങ്ങനെ കൂട്ടി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. എനിക്ക് തീരെ ക്ഷമയില്ല. എന്തെങ്കിലും ഒന്ന് കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഓപ്പൺ ആക്കിയാലാണ് എനിക്കൊരു സമാധാനമുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് തീരെ സമാധാനം ഉണ്ടാവില്ല. സോ ഇതിപ്പം വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓടിപ്പോയി വാങ്ങിച്ച് വന്ന പാടെ അൺബോക്സ് ചെയ്യുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. ക്യാമറ ഒന്നും മര്യാദയ്ക്ക് സെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് അൺബോക്സ് ചെയ്തേ പറ്റൂ. സമാധാനം ഇല്ല. പിന്നെ ക്ഷമയോട് കൂടിയിട്ട് ഇതിന്റെ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഷടപടേന്ന് അൺബോക്സ് ചെയ്തിട്ട് കാണാം. അയ്യോ, ഇതാണെങ്കിൽ തുറക്കാനും കിട്ടുന്നില്ല, നനഞ്ഞിരിക്കുവാണ്. ഉള്ളിലെ സാധനം ഒന്നും നനഞ്ഞു കാണില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇപ്പൊ സാധനം എന്താന്ന് മനസ്സിലായി. ഇത് ഞാൻ മോൾക്ക് പഠിക്കാൻ വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ബുക്സ് ആണ്. ബുക്കിന്റെ സെറ്റ് ആണ്, അതാണ് കിട്ടിയിരിക്കുന്നത് തോന്നുന്നു. ഓക്കെ, ലെറ്റ് മീ ഓപ്പൺ ഇറ്റ് അപ്പ്. യെസ്, ഇതാണ് സംഭവം. ഓക്കെ, ABC ഉണ്ട്, നമ്പേഴ്സ് ഉണ്ട്, ഫ്രൂട്ട്സ്, ബേർഡ്സ്, വെജിറ്റബിൾസ്, കളേഴ്സ്, ഷേപ്സ്, ട്രാൻസ്പോർട്ട്, വൈൽഡ് ആനിമൽസ്, ഫാം അനിമൽസ് ആൻഡ് പെറ്റ്സ്. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 9 10 എണ്ണത്തിന്റെ ഒരു സെറ്റ് ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മൈ ഫസ്റ്റ് പിക്ചർ ലൈബ്രറി, ക്യൂട്ട് ബേർഡ് ബുക്സ് ഫോർ ലിറ്റിൽ വൺസ്. ബോർഡ് ബുക്സ് ആണ്, 10 ബുക്സ് ആണ്, 10 ബോർഡ് ബുക്സ്. മൈ ഫസ്റ്റ് പിക്ചർ നന്നായിട്ടുണ്ടല്ലേ, നൈസ് പാക്കിംഗ്. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്റ്റോർ ഹൗസ് ഓഫ് ബോർഡ് ബുക്സ് വിച്ച്. ഇതൊക്കെ ഞാൻ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുള്ളവര് വിശദമായിട്ടിരുന്ന് വാങ്ങിച്ചോളൂ. ഞാൻ ക്രോസ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് $29.99 രൂപയാണ് കേട്ടോ. ഇത് എവിടെന്നാ വന്നിരിക്കണേ? അത് കാണിച്ചിട്ടില്ല. മനോജ് പബ്ലിക്കേഷൻസ്. ഓക്കെ, ഇതിങ്ങനെയാണുള്ളത് കേട്ടോ. നൈസ് ക്യൂട്ട് ബോർഡ് ബുക്ക്, ABC, ട്രാൻസ്പോർട്ട്, കളേഴ്സ്, ബേർഡ്സ്, ഫ്രൂട്ട്സ്, അനിമൽസ്. ഓക്കെ, ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയാന്ന് നോക്കാം. ഇത് ഒരു പ്ലാസ്റ്റിക് കവറിങ് കൂടി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടോ. ഈ മഴയത്ത് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. മഴയത്താണ് ഇപ്പൊ ഇത് വന്നത്. പാക്കിങ് നല്ലതല്ലെങ്കിൽ നനഞ്ഞു കുതിർന്ന് പിന്റെ ആയിട്ടാണ് ഉണ്ടാവുക. മോൾക്ക് ഞാൻ ഓൾറെഡി വേറൊരു സെറ്റ് ബുക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അത് ബോർഡ് ബുക്സ് അല്ല കേട്ടോ, പേപ്പർ ബുക്സ് ആണ്. പക്ഷെ ഞാനിപ്പോ ഇവക്ക് എന്റെ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന സാധാരണ സ്റ്റോറി ബുക്ക് ഞാൻ കൊടുത്തു നോക്കി. പക്ഷെ അതെല്ലാം അവള് പേപ്പർ വലിച്ച് കീറി നശിപ്പിക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ബുക്കും കൂടി കൊടുത്തു കഴിഞ്ഞാല്. ഇത് ക്യൂട്ടാണല്ലേ, വാവ്, സോ ക്യൂട്ട്. See, my cute board book. Correct ആട്ടോ, so cute. Fruits ആണ്. Fruits, apple. അയ്യോ, പോയി. ആപ്പിൾ, മാംഗോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ബനാന, ഓറഞ്ച്. കുറെ ഉണ്ടോന്ന് അറിയില്ല, എത്ര പേജസ് ഉണ്ടെന്ന് അറിയില്ല. അധികം പേജ് ഇല്ലെന്ന് തോന്നുന്നു. നല്ലൊരു 10-12 പേജ് ഉണ്ടാവും തോന്നുന്നു. നൈസ്. പിക്ചറിന്റെ ക്വാളിറ്റി സോ അമേസിങ്. പിന്നെ ഇത് പേപ്പർ ആണെങ്കിൽ അതിന് എന്തോ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഒന്നും കേടുവരില്ല. പിന്നെ നല്ല കട്ടി ഉണ്ട്. ഇത്രയും തിക്നെസ്സിലുള്ള ബോർഡ് ബുക്സ് ആണ്. സോ ഇറ്റ് ഈസ് റിയലി നൈസ്. ഐ ഫീൽ വെരി നൈസ്. ക്വാളിറ്റി ഈസ് സോ ഗുഡ്. ഇവിടെ ഫ്രൂട്ട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംപ്രൂവ് വൊക്കാബുലറി, ബിൽഡ് ലാംഗ്വേജ് സ്കിൽസ്, ഇംഗ്ലീഷ്, വിഷ്വൽ തിങ്കിങ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇറ്റ്സ് സോ ക്യൂട്ട്, സോ ക്യൂട്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു കഴിഞ്ഞാൽ ഓറഞ്ച് ആണെന്ന് തോന്നണ്ടേ കുട്ടികൾക്ക്, എന്നാലല്ലേ അവര് നമുക്ക് അത് ഓറഞ്ചാന്ന് പറയാൻ പറ്റൂ. ബട്ട് ദിസ് ഈസ് റിയലി ക്യൂട്ട്. ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഓക്കെ, ലെമൺ, പൈനാപ്പിൾ. നല്ല ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ ബുക്ക്. ഇറ്റ്സ് ക്വാളിറ്റി വൈസ് ഐ എം ഹാപ്പി. അടുത്ത് തുറന്നു നോക്കാം. ദിസ് ഈസ് വൈൽഡ് അനിമൽസ്. വാവ്, ദ ക്വാളിറ്റി ഈസ് റിയലി അമേസിങ് യാർ. നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് പറിച്ചതിന്റെ. ഓക്കെ, സി. ഹിപ്പോപ്പൊട്ടാമസ്, ചീറ്റ, ബിയർ, എലിഫന്റ്, കങ്കാരു,
Okay, zebra, giraffe, monkey, chimpanzee. Okay, quality is so good. Damage ഒന്നുമില്ല. It's perfect. And we'll check next one. This is vegetables. Oh, colorful. Tomato, capsicum, carrots, cauliflowers. Oh, okay. Pumpkin, cabbage. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. It's really good. Looking so good. നല്ല ശരിക്കും നമ്മുടെ മുന്നിൽ വെണ്ടക്കായ ഇരിക്കുന്ന പോലെ ഇല്ലേ ഇത് കാണുമ്പോ? പക്ക. ദിസ് ക്വാളിറ്റി ഓഫ് ദി ഇമേജ് ഇസ് സോ ഗുഡ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായത് ശരിക്കും പയറുമണി ഇവിടെ വെച്ചിരിക്കുന്ന പോലെ ഇല്ലേ? എനിക്ക് പോയി ഇങ്ങനെ എടുക്കാൻ തോന്നുന്നു. ക്വാളിറ്റി ഈസ് സോ അമേസിങ് ആൻഡ് അത്യാവശ്യം ഉണ്ട്. സോ നൈസ്. ഇനി അത് അടുത്തത് നമ്പേഴ്സ് ആണ്. one clown, two dogs. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 3 dolls, 4 rubber ducks, 6 ring sacks. ഇത് ഇങ്ങനെയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, അല്ലാതെ 8, 9 എന്നല്ല. അങ്ങനെ പിള്ളേരെ കൊണ്ട് നമുക്ക് എണ്ണിച്ച് പറയാം. ഇതൊക്കെ 1, 2, 3, 4 അങ്ങനെ എണ്ണിച്ചിട്ട് അവരുടെ അടുത്ത് ഇത് എത്ര എണ്ണം ഉണ്ട് എന്നൊക്കെ ചോദിക്കാൻ പറ്റും. ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. മോൾക്കിപ്പോ 2 വയസ്സേ ആയിട്ടുള്ളൂ. അവള് സംസാരം തന്നെ ശരിയായിട്ടില്ല, എന്നാലും ആപ്പി എന്നൊക്കെ പറയും, ഐസ്ക്രീം എന്നൊക്കെ പറയും. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പഠിപ്പിക്കാനായിട്ടല്ല, ഈ ഏജിലൊക്കെ അവർ കളിച്ചെടുക്കേണ്ട ഏജ് ആണ്. എന്നാലും ജസ്റ്റ് അവർക്ക് ഈ കളറൊക്കെ കാണുമ്പോൾ ദിസ് ഈസ് ഗുഡ്. ഷേപ്പ് സർക്കിൾ എക്സാമ്പിൾ ആയിട്ടാണ് അവർ ക്ലോക്ക് കൊടുത്തിരിക്കുന്നത്. സ്ക്വയർ എക്സാമ്പിൾ ആയിട്ട് കാരം ബോർഡ്. ഓക്കെ, ട്രയാങ്കിൾ ട്രാഫിക് സൈൻ. അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇത് കുറച്ചും കൂടി ബുദ്ധി വേണം. കുറച്ചും കൂടി മോള് വളരണം തോന്നുന്നു. ഒരു 3+ ആയാലാണ് ഈ ഒരു ബുക്ക് മനസ്സിലാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാൻ പാടില്ല. ലെറ്റ്സ് ട്രൈ. സോ അമേസിങ്. ക്വാളിറ്റി സോ ഗുഡ്. ആൻഡ് ഫാം പെറ്റ് അനിമൽസ് ആണ്. ക്യാറ്റ്, ഡോഗ്, കൗ, ഗോട്ട്. ഓക്കെ, ഫാമിൽ നമ്മൾ കണ്ട് വളർത്തു മൃഗങ്ങൾ. ഓക്കെ, ഡക്ക്, പിഗ്, പാരറ്റ്. സോ ഗുഡ്. ഞാൻ ക്ലോസപ്പിൽ വെക്കുമ്പോൾ ശരിക്കും മനസ്സിലാവാട്ടോ. സി ക്വാളിറ്റി സോ ഗുഡ്. ഓക്കെ, അങ്ങനെ കുറെ ഉണ്ട്. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. അതിലൊരു 10 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 15 എണ്ണോളം ഉണ്ടാവും തോന്നുന്നു. നെക്സ്റ്റ് വിൽ സി ഇസ് ബേർഡ്സ്. പാരറ്റ്, പീജിയൻ, ഡക്ക് അങ്ങനെയെല്ലാം ഉണ്ടാവുമായിരിക്കും. ഓക്കെ, ഞാൻ ഒരു കൈ കൊണ്ട് ക്യാമറ പിടിച്ച് ഒരു കൈ കൊണ്ടാണ് ഞാനിത് മറിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. കാരണം ഇത് പുതിയത് ബുക്ക് ആയതുകൊണ്ട് കുറച്ച് സ്റ്റിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. സോ അതിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോ സ്റ്റാൻഡും അല്ലെങ്കിൽ ക്യാമറ വെക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ തപ്പം വെക്കാൻ എനിക്ക് അതിനുള്ള ക്ഷമയില്ല. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തെങ്കിലും ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് വേഗം തുറന്നു നോക്കുക എന്നതാണ് എൻ്റെ ഒരു സംഭവം. എനിക്കത് വെച്ചോണ്ടിരിക്കാനുള്ള ക്ഷമ നഹിഹേ. ട്രാൻസ്പോർട്ട് ആണ് അടുത്തത്. കേബിൾസ്, കാർ, മെട്രോ, ട്രെയിൻ, മോട്ടോർസൈക്കിൾ, ബൈസിക്കിൾ, സ്കൂട്ടർ. സ്കൂട്ടറൊക്കെ പഴയ ജാമ്പുവിന്റെ കാലത്ത് സ്കൂട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫയർ എൻജിൻ, വാൻ, റെയിൽവേ ട്രെയിൻ, ട്രാക്ടർ. കൊള്ളാല്ലേ, നൈസ്, ഇറ്റ്സ് ഗുഡ്. ഇത്ര എണ്ണം ഉണ്ടെന്ന് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു. അടുത്തത് ABC ആണ്. A for apple, B for ball, C for cat and D for dog. നമ്മുടെ പഴയ കുട്ടിക്കാല ഓർമ്മ വരുന്നു. നൈസ്. ഫിഷ്, ഐസ്, ജ്യൂസ്. ഓക്കെ, ഇത്രയാണുള്ളത്. സ്വൈ സെഡില്ലേ, ഇതിലെല്ലാ ലെറ്ററും ഇല്ലല്ലോ. അതെന്ത് പരിപാടിയാണ്? RS. ഓക്കെ, എസിന്റെ T താഴെയാണല്ലേ. STUVWXYC. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഇത്
സെഡ് എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. സെഡ് സീബ്ര, സെഡ് ഫോർ സീബ്ര എന്നാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ സെഡിന്റെ പ്രൊനൗൺസിയേഷൻ മാറ്റി സി എന്നാക്കിയിരിക്കുകയാണ്. നമ്മള് സീബ്ര എന്ന് പറയുമ്പോൾ ഈ സംഭവം സി എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ സാധാരണ സിക്കും സി എന്ന് തന്നെയാണ് പറയുന്നത്. സി ഫോർ ക്യാറ്റ് ആൻഡ് സി ഫോർ സീബ്ര. ഇത് പിള്ളേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യൂ. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇസ് ദ കളർ ബുക്ക്. ഓ, ഇതെന്റെ കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെടും. റെഡ് ഫോർ ആപ്പിൾ, ബ്ലൂ ഫോർ ബൂട്ട്സ്, ഓക്കെ, ഗ്രീൻ ഫോർ പാരറ്റ്. ഇത് കൊള്ളാട്ടോ. ഇത് നമുക്ക് പിങ്ക്, ഓക്കെ, ഓറഞ്ച്, പിങ്ക്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ. ഓ, യെല്ലോ. സീ ദിസ് ബനാന യാർ. എന്തൊരു ക്വാളിറ്റി ആണല്ലേ. ശരിക്കും ഒരു ബനാന ഇരിക്കുന്ന പോലെ തന്നെ ഇല്ലേ? നന്നായിട്ടുണ്ട്. നല്ല 3D എഫക്റ്റിലാണ് എല്ലാ പിക്ചേഴ്സും അവർ ചെയ്തിരിക്കുന്നത്. സി ദ ചോക്ലേറ്റ്സ് എല്ലാം 3D എഫക്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി 3D എഫക്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് ക്വാളിറ്റി ഈസ് സോ ഗുഡ്. 10 ബുക്കാണ്. ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. ഓക്കെ, ഇതില് 10 നമുക്കിങ്ങനെ ഇത് ഉള്ളത് നല്ലതാ. ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പുസ്തകം എല്ലാം പരതി തപ്പി പിടിക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇട്ട് സൂക്ഷിക്കാം. ഏതെങ്കിലും 1 2 ഒക്കെ മാത്രം പഠിപ്പിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റായിട്ട് എല്ലാം കൂടി ഒരുമിച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പിച്ചി മാന്തി പറിച്ചെടുക്കും. എനിക്ക് അറിയാൻ പാടില്ല, അവളുടെ സ്വഭാവം വെച്ചിട്ട് ഇതെല്ലാം പറിച്ച് കളയോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊരു പരീക്ഷണാർത്ഥം വാങ്ങിച്ചതാണ്. ഇതിൽ കൊള്ളൂലേ? കുറച്ച് സ്ഥലം തരൂ. ഓക്കെ, അപ്പോ ഇതാണ് ബുക്സ്. 10 ബുക്സ്. ക്വാളിറ്റി സോ അമേസിങ്. നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാനിത് വാങ്ങിച്ചത് 300+ ആണ്. 350 വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. 350 ആയിട്ടില്ല, 300 സംതിങ് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് ഞാനിവിടെ ആഡ് ചെയ്തിടാം. പ്രൊഡക്റ്റ് ഞാനിവിടെ ആഡ് ചെയ്തിടാം. നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. മീഷോന്ന് വാങ്ങിക്കാവുന്നതാണ്. ക്വാളിറ്റി ഈസ് സോ അമേസിങ്. ദ പ്രിന്റ്സ് ആർ സോ അമേസിങ്. 3D എഫക്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയും. നിങ്ങളിപ്പോൾ ഇതിന്റെ ക്വാളിറ്റി കണ്ടതാണല്ലോ. സോ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.